ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്തൊരു ക്രോഷോ പ്രൊജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ കുഞ്ഞൊരു മയിലൻകുട്ടീനെയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സംഭവം എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് ഒരു 2 വീക്കിന് മുകളിലായി ഉണ്ടാവും. കാരണം സംഭവം ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തിയിട്ട് ഒരാഴ്ചയുടെ അടുത്തായി. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നല്ല മഴയായിരുന്നു. ഇവിടെ ഊട്ടി പോലെയായിരുന്നു. തണുത്ത് നമ്മൾ മരവിച്ച് ഫാൻ പോലും ഇടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കാലുമ്മ ചുറ്റും ഇങ്ങനെ പുതപ്പ് ചൂടിയല്ല മൂടി വെച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കയ്യും തല അങ്ങനെ ആദ്യത്തെ പീസോളായിട്ടാണ് ആദ്യം ഉണ്ടാക്കുക. അതിന് ശേഷം മാത്രമാണ് നമ്മൾ ബോഡിയിലേക്ക് കയറുകയുള്ളൂ. അങ്ങനെ ഉണ്ണോട് സ്കൂളിൽ പോകുന്ന സമയത്തായിട്ടാണ് ഞാനിത് മിക്കതും ഉണ്ടാക്കാണ്ടിരിക്കുക. കാരണം അവരുള്ള സമയത്ത് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ കൈ തല കാല് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറിപ്പോവും. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് 2 കാലോളാട്ട. കാലുണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ പഞ്ഞി വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അതൊന്ന് പൊന്തി ഇങ്ങനെ നിൽക്കാനായിട്ട്. അതിൽ ചെവി ഉണ്ടാക്കുമ്പോൾ മാത്രം അതിൻ്റെ ഉള്ളിൽ നമ്മൾ പഞ്ഞി വയ്ക്കില്ല. കാരണം അത് ഓൾറെഡി അത്യാവശ്യത്തിന്, അതായത് കുഞ്ഞി പൊടി വലിയ തല വലിയ ചെവി അങ്ങനത്തെ ഒരു ബൊമ്മേനെയാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് പിക്കിൽ കണ്ട പോലെ അങ്ങനൊരു ആ ഒരു പാവയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുഞ്ഞി കരികളാണ് ആവശ്യമുള്ളത്. ആദ്യം ഞാൻ നമ്മളിത് ഒരു പാറ്റേൺ അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പം ആ പാറ്റേണിൻ്റെ ചെയിൻ അങ്ങടും ഇങ്ങടും ഒന്ന് മാറിപ്പോയാൽ ചിലപ്പോൾ ആ പാവയുടെ ഷേപ്പിൽ തന്നെ ഭയങ്കര വലിയ വ്യത്യാസം കാണും. ഇത് എന്തോ വലിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഒരു തെറ്റ് പറ്റിയാൽ മതി, നമ്മൾ ആ റോ ഫുള്ള് അയച്ചുണ്ടാക്കണം. പിന്നെ ആദ്യം മുതൽ ഒന്നേന്ന് പറഞ്ഞ് വീണ്ടും കിടന്ന് തുടങ്ങണം. ഇപ്പം ഞാനിതിൻ്റെ ചെവിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ചെവി നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 ചെവിയും നല്ല രസത്തിൽ എനിക്ക് നല്ല ഭംഗിയുണ്ടല്ലേ ചെവി വന്ന. ഇത് നമ്മുടെ കുഞ്ഞ് 2 കാലുകളാട്ടാം. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിക്കൈ. ഇത് ഞാൻ വ്യത്യസ്ത ടൈമുകളിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. രാവിലെ രാത്രി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ ബോഡിയിലേക്ക് കാല് അറ്റാച്ച് ചെയ്തു, നമുക്ക് വാല് അറ്റാച്ച് ചെയ്തു, അതിനുശേഷം കൈ അറ്റാച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് തലകളിലേക്ക് കിടക്കുകയാണ്. ഇതിന് ഇടയിൽ നമ്മൾ എന്നിട്ട് പഞ്ഞി ഫില്ല് ചെയ്ത് വെച്ചു. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഇടാം. അതിനുശേഷം കണ്ണിട്ടു, 2 ചെവി നമ്മളിതിന് ഓൾറെഡി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതും ബോഡിയുടെ ഒപ്പം നമ്മൾ തുന്നിപ്പോകുമ്പോൾ ചെവി നമ്മൾ തുന്നിപ്പോവാട്ട് ചെയ്യണത്. അങ്ങനെ നമ്മൾ പഞ്ഞിയെല്ലാം ഓൾറെഡി സെറ്റായി കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ വായ വെച്ച് കൊടുക്കണം. കണ്ണിൻ്റെ സൈഡിൽ ഞാൻ ബ്ലഷ് വെച്ചു, പക്ഷെ അതെനിക്കൊരു ഭംഗിയില്ല എന്ന് എല്ലാവരും പറഞ്ഞു. കാരണം ഞാനതൂരി. അങ്ങനെ നമ്മുടെ കുഞ്ഞ് പാവക്കുട്ടി റെഡി. ഇതാട്ടെ നമ്മുടെ ഫൈനൽ ഇത്. എങ്ങനെ ഇഷ്ടമായി? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഉണ്ണോൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവരത് വേണമെന്ന് പറഞ്ഞ് പോരത്തല്ലായിരുന്നു. ഞാനൊരു വിധത്തിലാണ് അത് പെട്ടിയിൽ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് DM ചെയ്താൽ മതി കേട്ടോ. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്യണ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. സംഭവം കുഞ്ഞു കുട്ടികൾക്കായി, കാരണം ഫ്രഷ് സ്പ്രേ ഇതൊന്നും അടിക്കണില്ല. കാരണം അവർക്ക് അലർജി ഉണ്ടാവും. അപ്പം ഞാനിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ഒരു ദിവസം പുറത്ത് വെച്ചതിന് ശേഷം കയ്യിലേക്ക് കൊടുത്താൽ മതി. പക്ഷേ പറ്റാ